വെൽക്കം ടു ഗ്ലിറ്റ്സ് ഇന്ത്യ ഫാഷൻസ്. ഐ ആം റസീന ജമാൽ. ഇത് റീസ്റ്റോക്ഡ് പ്രൊഡക്റ്റ് ആണ് കേട്ടോ. മധുബനി കളക്ഷൻസ് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ അന്ന് എടുത്തപ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു റീസ്റ്റോക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ അന്ന് കിട്ടാത്തവർക്ക് ഇപ്പോഴത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് എടുക്കാം. അന്നത്തെ വീഡിയോ തന്നെ ഞാൻ ജോയിൻ ചെയ്യുന്നത് കേട്ടോ. എല്ലാം ആ ഒരു കളേഴ്സിലാണ് വന്നേക്കുന്നത്. ബ്യൂട്ടിഫുൾ കളക്ഷനാണ്. വേണ്ടവർ വേഗം തന്നെ സൈറ്റ് ബുക്ക് ചെയ്യുക. www.glitzindia.com സൈറ്റായി. ഇപ്പോൾ ഫസ്റ്റ് കളർ വരുന്നത് പേർപ്പിൾ കളറാണ് കേട്ടോ. പേർപ്പിളിൽ നല്ല ഭംഗിയുള്ള വർക്ക്, ബ്ലാക്കും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ആ വർക്കൊക്കെ പോയേക്കുന്നത്. നല്ലൊരു സ്ക്വയർ നെക്ക് എടുക്കാൻ ബെസ്റ്റായിട്ട് ലൈറ്റാണ് കേട്ടോ. അതാ ഇത് സ്ക്വയർ നെക്ക് തന്നെ ചെയ്യുന്നതായിരിക്കും നല്ല. സ്ക്വയർ നെക്ക് ഇഷ്ടമല്ലാത്തവരുണ്ടെങ്കിൽ ഇവിടെ മാത്രം ചെറിയൊരു കർവിങ് കൊടുത്തിട്ട് ആ നെക്ക് തന്നെ എടുക്കുക. അപ്പോഴാണ് ആ കറക്റ്റ് വർക്ക് നമ്മൾ യോക്ക് കവർ ചെയ്ത് കിട്ടുള്ളൂ. ഇതിപ്പോൾ ഞാൻ ലെങ്ത്ത് എടുത്തേക്കുന്നത് 47 ഇഞ്ച് ലെങ്ത്താണ് കേട്ടോ. അതായത് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം എങ്ങനെ എടുത്തേക്കുന്നത് എന്നുള്ളത്. ഇതിന് മാക്സിമം നമുക്ക് കിട്ടുക 45 to 46 ആണ്. ഞാനെപ്പോഴും 47, 48 ഇടുന്നത് കൊണ്ട് ബാക്കിൽ ജോയിൻറ്റ്, ഇവിടെ മാത്രം ബാക്കിൽ ജോയിൻറ്റ് സിമ്പിളായിട്ട് ചെറുതൊരു ഷോൾഡറിൻ്റെ അവിടെ കൊടുത്തിട്ടാണ് ബാക്ക് പീസിൽ ജോയിൻറ്റ് കൊടുത്തിട്ട് ഫ്രണ്ട് പ്ലെയിൻ ആയിട്ട് എടുത്തേക്കാണ് കേട്ടോ. ഇതാണ് ഫസ്റ്റ് കളർ. ദുപ്പട്ട ഇതുപോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെറ്റാണ്. ബോട്ടം വന്നേക്കുന്നത് ചെക്ക് പാറ്റേണിലാണ് കേട്ടോ. വർക്കിൻ്റെ ക്ലോസ് വ്യൂ ഇതുപോലാണ്. മധുബനി പെയിൻറ്റിങ്സും ചെറിയ മെറോ വർക്കും കൂടി വന്നേക്കുന്നത്. നല്ല രസമുള്ള ദുപ്പട്ടയും ബോട്ടം ഇങ്ങനെ വരും. അടിപൊളിയായിട്ടുള്ള സെറ്റ്. സ്റ്റിച്ച് ചെയ്തിട്ട് കഴിയുമ്പോൾ ഒരു പ്രത്യേക ഭംഗി തന്നെ ഇത്. അപ്പോൾ ഫസ്റ്റ് സെറ്റ് ഇത് കുറേ പേരുടെ കയ്യിലുണ്ടാകും. നമ്മുടെ സൈറ്റ് ഫസ്റ്റ് മുതലേ ഗ്ലിറ്റ്സിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നവരുടെ എല്ലാവരുടെയും കയ്യിൽ തന്നെ ഓരോന്ന് ഉണ്ടാവും. ഇത് എല്ലാവർക്കും ഇഷ്ടമുള്ള പാറ്റേണൊക്കെ ഉണ്ടാവും. ഇതിൻ്റെ സ്ലീവ് വർക്കും വരും കേട്ടോ. സ്ലീവ്സിലേക്കും ഈ വർക്ക് വരും. നെക്സ്റ്റ് കളർ വരുന്നത് ഓഫ് വൈറ്റ് വിത്ത് പ്യുവർ വൈറ്റ് അല്ല കേട്ടോ. ഇത് ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡിനോട് മാച്ച് ആയിട്ടുള്ള പ്യുവർ വൈറ്റ് അല്ല, പക്ഷേ ആ ഒരു ഭംഗിയിൽ വരുന്ന നല്ലൊരു കളറാണ്. ഇതാണ് ബ്ലൂ ആണ് നെക്സ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്നത്. ഇതുപോലെ ഇങ്ങനെ ഒരു ചെക്ക് പാറ്റേണിൽ ഫാബ്രിക് ഫുള്ള് പോയിട്ട് കണ്ടോ. അത്യാവശ്യം പണ്ട് നമുക്ക് ഇതിൻ്റെ വന്നുകൊണ്ടിരുന്നു അധികം ലെങ്ത് കിട്ടാതെ 42, 43 ഒക്കെ കിട്ടുന്ന രീതിയിലാണ്. ഇപ്പോൾ അത്യാവശ്യം 45, 46 ഇതിനൊക്കെ അത്യാവശ്യം നല്ല ലെങ്ത് തന്നെ ഉണ്ട് കേട്ടോ. എനിക്ക് നല്ല ലെങ്ത്ത് കുറച്ചുകൂടെ 47, 48 എടുക്കുന്നുണ്ട്. ഇത് കണ്ടോ. ഇപ്പം നിങ്ങൾക്ക് അങ്ങനെ നല്ല ലെങ്ത്ത് 49 ഒക്കെ എടുക്കുന്നവരാണെങ്കിൽ ഫ്രണ്ട് പീസ് ഫുള്ള് എടുത്തിട്ട് ബാക്കിൽ മാത്രം ചെറിയ ജോയിൻറ്റ് കൊടുത്തിട്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെയും സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. ഇതുപോലെ വരുന്നത് ദുപ്പട്ട വരുന്നത് ഇങ്ങനെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. നല്ല രസമുള്ള ദുപ്പട്ട ആൻഡ് ബോട്ടം വന്നിരിക്കുന്ന ചെക്ക് പാറ്റേൺ. ഇത് ചുടി ബോട്ടം തയ്ച്ചാലും നല്ല ഭംഗിയാണ്. ഇപ്പോൾ സ്ട്രെയിറ്റ് പാൻറ്റ് എല്ലാവർക്കും കംഫർട്ടബിൾ ആയതുകൊണ്ട് എല്ലാവരും സ്ട്രെയിറ്റ് പാൻറ്റ് തയ്ക്കുന്നത്. ചുടി തയ്ച്ചാലും നല്ല ഡ്രസ്സാണ് കേട്ടോ. ഇതാണ് ഞാൻ എപ്പോഴും ഇടാറുള്ള കളറ്. റെഡും ബ്ലാക്കും കൂട്ടുള്ള കോമ്പിനേഷൻ. സ്ലീവ്സിൽ ഇത് നല്ല ഭംഗിയാണ് കേട്ടോ. നല്ല കളർ കോമ്പിനേഷനാണ്. ഇപ്പോഴും ഉണ്ട് കേട്ടോ എൻ്റെ അടുത്ത്. ഇത് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ എപ്പോഴും ഇരിക്കുന്നുണ്ട്. നല്ല സെറ്റാണ്. എപ്പോഴും പിന്നെ ഇതിട്ട് കാണിക്കുന്നുണ്ട്. അതിന് പറഞ്ഞ ഇത്തവണ പേർപ്പിൾ സ്റ്റിച്ച് ചെയ്ത്. നെക്സ്റ്റ് വൺ നിങ്ങൾക്ക് എവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്ത് അയക്കണം എന്നാണെങ്കിൽ കസ്റ്റമർ നോട്ടിൽ സ്റ്റിച്ചിങ് എടുത്ത് മെൻഷൻ ചെയ്യട്ടോ. പിന്നെ ഒത്തിരി 46, 48 ഒക്കെ സൈസ് പ്ലസ് സൈസ് ഉള്ളവർക്ക് ഇത് ഒത്തിരി നമുക്ക് ഭയങ്കര സ്ലീവ്സ് 3/4 അങ്ങനെ കിട്ടില്ല കേട്ടോ. അല്ലാത്തവർക്ക് നന്നായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നല്ലപോലെ ഫാബ്രിക് ഉണ്ട്. കാരണം ലെങ്ത്തും സ്ലീവ് ലെങ്ത്തും എല്ലാം കൂടി നമുക്ക് 48, 46 ഒക്കെ 44 വരെ നല്ല ആയിട്ട് തയ്ച്ചെടുക്കാം. ദുപ്പട്ട ആൻഡ് ബോട്ടം വന്നിരിക്കുന്നത് ഇതുപോലെ. ആൻഡ് ലാസ്റ്റ് വൺ വരുന്നത് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് കാണാനായിട്ട്. നേരിട്ട് കാണുമ്പോഴും അതിൻ്റെ ലൈനിങ് ഇട്ടിട്ട് തന്നെ ചെയ്യുക. സ്ലീവ്സിൽ ലൈനിങ് വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഗ്രീൻ വിത്ത് ബ്ലാക്ക് കോമ്പിനേഷൻ ബ്യൂട്ടിഫുൾ വർക്ക്. സ്ലീവ്സിൽ ഇതുപോലെ വർക്ക് വന്നിട്ടുണ്ട്. ദുപ്പട്ട ഇങ്ങനെ നല്ല ബ്യൂട്ടിഫുൾ കോമ്പിനേഷൻ. ബോട്ടം ഇതുപോലെ 1120 ആണ് റേറ്റ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ പേർപ്പിളിന് ഞാൻ ഈ ഇട്ടിട്ടുള്ള പിക്കായിരിക്കും ഇടുക കേട്ടോ. നല്ല സ്റ്റൈലിഷ് ആയിട്ട് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്ന ഒരു സെറ്റാണ്. ഈ ഒരു റേഞ്ചിൽ നല്ലൊരു ഐറ്റമാണ്. അപ്പോൾ ബുക്കിംഗ്സ് സൈറ്റ് തന്നെ ചെയ്യുക. www.glitzindia.com സൈറ്റ് ഐ ഡി. പിന്നെ വീഡിയോസൊക്കെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. യൂട്യൂബിലൊക്കെ കാണുന്നെങ്കിൽ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ നല്ല നല്ല പ്രോഡക്റ്റ്സ് നമ്മൾ 5 to 6 വീഡിയോസ് ഡെയിലി ഇടാറുണ്ട്. അപ്പോൾ നോക്കിയിട്ട് യൂട്യൂബിൽ നിങ്ങൾക്ക് കറക്റ്റ് ലിങ്ക് വർക്ക് ചെയ്യുന്നുണ്ടാവും. ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ കറക്റ്റ് സൈറ്റിലെത്തോട്ട് സൈറ്റ് തന്നെ ബുക്ക് ചെയ്യുക. ഇൻസ്റ്റയിലോ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സ്റ്റോർ വരുന്നത് ആലപ്പുഴയിൽ, തിരുവമ്പാടിയിലും എറണാകുളത്ത് തൃപ്പൂണിത്തുറ എസ് എൻ ജംഗ്ഷനിലുമാണ്. പില്ലർ നമ്പർ 1037 ആണ് കേട്ടോ. വരാൻ പറ്റുന്ന കസ്റ്റമേഴ്സ് ഡയറക്റ്റ് വിസിറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. സീ യു വിത്ത് അതർ വീഡിയോ.
നമ്മുടെ സൈറ്റ് ത്രൂ ബുക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ഞാൻ ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ചു. സൈറ്റ് ത്രൂ എങ്ങനെയാണ് ബുക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാനിപ്പോൾ പറഞ്ഞുതരാം. അതുപോലെ തന്നെ നിങ്ങൾ ബുക്ക് ചെയ്താൽ മതി. നമ്മുടെ സൈറ്റിൽ ബുക്ക് ചെയ്യാനായിട്ട് വളരെ സിമ്പിളായിട്ടുള്ള രീതിയിൽ ഡിസൈൻ ചെയ്തേക്കുന്നത്. സൈറ്റ് ID എന്ന് പറഞ്ഞാൽ www.glitzindia.in ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് മുതൽ തുടങ്ങാം. നിങ്ങളിപ്പോൾ യൂട്യൂബിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ യൂട്യൂബിൽ ഓരോ വീഡിയോയുടെയും താഴത്തായിട്ട് ഷോർട്സ് അല്ല, ഡീറ്റെയിൽഡ് വീഡിയോയിൽ താഴത്തായിട്ട് ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ലിങ്ക് സെപ്പറേറ്റ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുർത്തിയുടെ ആണെങ്കിൽ ഓരോ കുർത്തീസിനും ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. ആ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. അതിന് മുമ്പ് തന്നെ ഫസ്റ്റ് നമ്മളൊരു ന്യൂ അറൈവൽസിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട്. അതൊരു ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് സ്ക്രീനിൽ ഇവിടെ കാണിക്കുന്നുണ്ടാവും. നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. ആ ഒരു ലിങ്കിൽ യൂട്യൂബിലെ കാണുന്നെങ്കിൽ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കറക്റ്റ് ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിലേക്ക് എത്തും. അതിലെത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ സെയിം കുർത്തീസാണ് എടുക്കുന്നതെങ്കിൽ കുർത്തീസിൻ്റെ സൈസസ് താഴെ കാണിക്കുന്നുണ്ടാവും. 38, 40, 42 അങ്ങനെ കാണിക്കുന്നുണ്ടാവും. ആ കുർത്തിയുടെ സൈസ് സെലക്ട് ചെയ്യാതെ നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റില്ല. കുർത്തിയുടെ സൈസ് സെലക്ട് ചെയ്യാം. 38 ആണ് സെലക്ട് ചെയ്യുന്നത്. 38 സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ആഡ് ടു കാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ അവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് ബൈ നൗ ചെയ്യാവുന്നതാണ്. ആഡ് ടു കാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത ഒരു പേജിലേക്ക് എത്തും. അവിടെ നിങ്ങൾ അഡ്രസ്സൊക്കെ അടിച്ചു കൊടുക്കുക. 3 ഓപ്ഷൻസാണ് നമുക്ക് ഉള്ളത്. പിന്നെ കൊറിയറിന് ഉള്ളത് DTDC, പോസ്റ്റൽ, പിന്നെ കളക്ട് ഫ്രം സ്റ്റോറും ഉണ്ട്. DTDC ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്യാം. പോസ്റ്റലാണെങ്കിൽ പോസ്റ്റൽ സെലക്ട് ചെയ്യാം. കളക്ട് ഫ്രം സ്റ്റോർ ആണെങ്കിൽ കളക്ട് ഫ്രം സ്റ്റോർ ചെയ്യാം. കളക്ട് ഫ്രം സ്റ്റോർ ഓപ്ഷൻ അറിയാമല്ലോ നിങ്ങൾക്ക്. ഇവിടെ വന്ന് ഡയറക്റ്റ് നിങ്ങൾ എടുക്കേണ്ടി വരും. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പ്ലേസ് ഓർഡർ കൊടുക്കുക. പ്ലേസ് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ പേയ്മെൻറ്റ് ഓപ്ഷനിലേക്ക് പോകും. അതിൽ ഗൂഗിൾ പേ, ക്രെഡിറ്റ് പേയ്മെൻറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ കാർഡ് എല്ലാം ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഗൂഗിൾ പേ ആണെങ്കിൽ ഗൂഗിൾ പേ ക്ലിക്ക് ചെയ്യുക. ഗൂഗിൾ പേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വെരിഫിക്കേഷൻ കോഡ് ഗൂഗിൾ പേയിലേക്ക് പോകുന്നുണ്ടാവും. അതൊന്ന് കൺഫേം ചെയ്ത് കൊടുക്കുക. UPI ID ചോദിക്കുന്നുണ്ടാവും. ഗൂഗിൾ പേയിൽ നിങ്ങളുടെ UPI ID ഉണ്ടല്ലോ, അതെടുത്തിട്ട് ഇതിലേക്ക് കൊടുക്കുക. പിന്നെ നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ ഗൂഗിൾ പേയിൽ ചെയ്യില്ലേ, അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്താൻ പറ്റും. പിന്നെ ന്യൂ അറൈവൽസിലാണ് ക്ലിക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞത് ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുമ്പോഴാണ്. ന്യൂ അറൈവൽസിലാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്ട്സിൻ്റെ ലിസ്റ്റ് നിങ്ങൾക്ക് താഴെ ഇങ്ങനെ കാണുന്നുണ്ടാവും. അതിലേതാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അത് സെലക്ട് ചെയ്യുക, എന്നിട്ട് ബൈ നൗ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് 2 പ്രൊഡക്റ്റ് ബുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പ്രൊഡക്റ്റ് നിങ്ങൾ ആഡ് ടു കാർട്ട് ചെയ്യുക. നെക്സ്റ്റ് പ്രൊഡക്റ്റ് സെലക്ട് ചെയ്തിട്ട് അതും ആഡ് ടു കാർട്ട് ചെയ്തിട്ട് പിന്നെ പ്ലേസ് ഓർഡർ കൊടുത്ത് അതിലേക്ക് പോവുക. പിന്നെ ഇപ്പോൾ നിങ്ങളല്ലാതെ ബ്രൗസറിൽ www.glitzindia.in സെർച്ച് ചെയ്തിട്ടാണ് കയറുന്നതെങ്കിൽ സൈറ്റിലായിരിക്കും, ഹോം പേജിലായിരിക്കും നിങ്ങളെത്തുക. അതിൽ 3 ലൈൻസ് മുകളിൽ കൊടുത്തിട്ടുണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹോം പേജ്, ന്യൂ അറൈവൽ, കാറ്റഗറി ഓരോന്നും ഇങ്ങനെ കാണിക്കുന്നുണ്ടാകും. അതിൽ ന്യൂ അറൈവൽസ് ക്ലിക്ക് ചെയ്താൽ റീസെൻ്റ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് അവൈലബിൾ പ്രൊഡക്ട്സിൻ്റെ ലിസ്റ്റ് കാണും. സീമോർ കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും താഴത്തേക്ക് പ്രൊഡക്ട്സ് കാണും. അതിലേതാണോ നിങ്ങൾക്ക് വേണ്ടത് അത് ക്ലിക്ക് ചെയ്ത് ഡയറക്റ്റ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. ഞാനിപ്പോൾ പറഞ്ഞ പ്രോസസ്സിൽ തന്നെ ഓരോന്ന് സെലക്ട് ചെയ്ത് നിങ്ങളുടെ അഡ്രസ്സും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് ബുക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ ഇപ്പം യൂട്യൂബിലായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ കൺവീനിയൻറ്റ്, കാരണം കറക്റ്റായിട്ട് ആ ലിങ്ക് വർക്ക് ചെയ്യും. ഫേസ്ബുക്കിലാണെങ്കിലും ലിങ്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്, മുകളിൽ തന്നെ ലിങ്ക് ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്താൽ കറക്റ്റ് സൈറ്റിലെത്തും. ഇങ്ങനെ തന്നെ ഫോളോ ചെയ്ത് ബുക്ക് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിലാണ് കാണുന്നതെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ബയോയിൽ പോയിട്ട് ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ബയോയിൽ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ സെയിം ഹോം പേജിലായിരിക്കും വരിക. അവിടെ നിന്ന് നിങ്ങൾക്ക് ന്യൂ അറൈവൽസ് വേണമെന്നാണെങ്കിൽ ആ 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്യുക. ന്യൂ അറൈവൽസിൽ നോക്കുക, ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് എടുത്തിട്ട് അത് അങ്ങ് ഡയറക്റ്റ് അവിടെ നിന്ന് ബുക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ കാറ്റഗറി വൈസ് അല്ലാതെ നിങ്ങൾക്ക് ഓരോ പ്രൊഡക്റ്റ് വൈസ് കിട്ടണമെങ്കിൽ അങ്ങനെയും പർച്ചേസ് ചെയ്യാം. ഇപ്പോൾ സാരി ആണെങ്കിൽ സാരി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സാരിയുടെ അണ്ടറിലുള്ള കോട്ടൺ ടസർ അങ്ങനെ കാറ്റഗറീസ് കിട്ടും. ഇപ്പോൾ ടസറാണ് വേണ്ടതെങ്കിൽ ടസറിൽ ക്ലിക്ക് ചെയ്താൽ ടസർ സാരീസ് അവൈലബിൾ ആയിട്ടുള്ളത് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റും. അങ്ങനെ സിമ്പിളായിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മുടെ സപ്പോർട്ട് മെയിൽ ID കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സപ്പോർട്ട് വേണമെങ്കിൽ ആ മെയിൽ IDയിലേക്ക് മെയിൽ ചെയ്യാം. അല്ലെങ്കിൽ സപ്പോർട്ട് നമ്മുടെ കസ്റ്റമർ സർവീസ് നമ്പേഴ്സ് ഉണ്ട്. ആ നമ്പേഴ്സിലേക്ക് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്ത് തരും എങ്ങനെ ബുക്ക് ചെയ്യണം എന്നുള്ളത്. എന്തെങ്കിലും നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ നിങ്ങൾക്ക് ചോദിക്കാം, അല്ലെങ്കിൽ ഈ നമ്പേഴ്സിലേക്ക് കോൺടാക്ട് ചെയ്യാം. നമ്പേഴ്സ് ഞാൻ ഓൾറെഡി ഇതിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. താങ്ക് യു സോ മച്ച്.